പ്രിയപ്പെട്ടവരെ, മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണങ്ങളേകി സ്വപ്നങ്ങൾ ചാലിച്ച് സൗഹൃദത്തിന്റെയും ഒരുമയുടെയും കാഹളമോതി ഉപവസന്തത്തിന്റെ അകമ്പടിയോടെ വീണ്ടും ഓണക്കാലം വന്നെത്തുകയാണ്. ഒരു പരിധിവരെ മനുഷ്യനാൽ താറുമാറാക്കപ്പെട്ട പ്രകൃതിയുടെ വികൃതിയാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ കൂടപ്പിറപ്പുകാർക്ക് വേദന ഉളവായിട്ടുണ്ടെങ്കിലും നാം എല്ലാം അവരോടൊപ്പമുണ്ട്. അത് മനസ്സിലും പ്രവൃത്തിയിലും സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഈ ഓണക്കാലത്ത് നമുക്ക് ഇത്തിരി നേരം ഒത്തുകൂടാം. ഈ തിരുവോണ നാളിൽ തോക്കാല പൗരസമിതിയുടെ അത്തപ്പൂക്കളം ദർശിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും പൗരസമിതിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന്റെ പൗരാണിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കഥാസാരം പുതുതലമുറയ്ക്ക് ഉൾക്കൊള്ളാനായാൽ ഞങ്ങൾ കൃതാർത്ഥരായി. മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടും ഒരിക്കലും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു കാലഘട്ടം ഭൂമിയിലുണ്ടായിരുന്നു. അവിടെ കള്ളം പറയുന്നവരുണ്ടായിരുന്നില്ല, ചതിയുടെ നിഴൽ പോലും വീണിരുന്നില്ല, വിശപ്പടക്കാൻ വകയില്ലാത്തവരുണ്ടായിരുന്നില്ല, വൻമതിലുകളില്ലാത്ത, ഭയമില്ലാത്ത, ജാതിമത ഭേദങ്ങൾ അറിവില്ലാത്ത ഒരു സ്വർഗം. അതൊരു മിഥ്യയായിരുന്നില്ല, അതൊരു ഭരണാധികാരിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഓരോ മലയാളിയുടെയും വാതിൽപ്പടിയിൽ പൂക്കളമൊരുക്കി നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ആ മഹാരാജാവ്, അസുര ചക്രവർത്തിയായ മഹാബലി. ഇനി മിണ്ടാതിരിക്കാനാവില്ല. ഭൂമിയിൽ ബലിയുടെ തേരോട്ടം തുടങ്ങിയിരിക്കുന്നു. ദേവന്മാർ പരിഭ്രമത്തോടെ അടുത്തു ചെന്നു.
അവരുടെ ഓരോ ചുവടിലും ഒരു തരം അരക്ഷിതാവസ്ഥ നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, പ്രഭു, അസുരനായ ബലി ഭൂമിയിൽ സ്വയം ദൈവമായി വാഴുകയാണ്. അവന്റെ പ്രശസ്തിയിൽ സ്വർഗം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ആരുമല്ല. പെട്ടെന്ന് മഹാവിഷ്ണുവിന്റെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശാന്തതയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു നിഗൂഢമായ പുഞ്ചിരിയായിരുന്നു. ബലി അസുരനാണെങ്കിലും അവൻ സത്യസന്ധനാണ്. അവൻ തപസ്സുകൊണ്ട് നേടിയ പ്രതാപത്തെ വെറുതെ തകർക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഭഗവാനെ, ബലിക്ക് അങ്ങേപ്പോലെയുള്ള ഒരു ഗുരുവിനെയാണ് ആവശ്യം. അവന്റെ ദാനശീലത്തെ പരീക്ഷിക്കുക മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ധർമ്മം എവിടെയോ അവിടെ വിജയം. പക്ഷേ സത്യത്തിനൊരു പരീക്ഷണമുണ്ട്. ഞാൻ തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, ബലിയുടെ ദാനശീലത്തിനൊരു അന്ത്യം കുറിക്കാൻ, അല്ലെങ്കിൽ അതിനെ ചരിത്രത്തിൽ അനശ്വരമാക്കാൻ. അങ്ങനെയിരിക്കെ നർമ്മദാ നദീതീരത്ത് ബലി തന്റെ അശ്വമേധയാഗം ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ആ ദിവസം യാഗശാലയുടെ കവാടത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിയുന്നു. ദൂരെ നിന്ന് ഒരു ചെറിയ കുടയുമായി മുളവടിയും തോളിലേന്തി ശാന്തനായി നടന്നുവരുന്ന ഒരു കൊച്ചു ബാലൻ. ഇവൻ സാധാരണക്കാരനല്ല. ഈ തേജസ്, ഇവൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഗുരുവേ, ദാനം ചോദിച്ചെത്തുന്നവനെ തടയുന്നത് അധർമ്മമാണ്. അവൻ ആരുമാകട്ടെ, എന്റെ മുന്നിൽ സഹായം ചോദിച്ചെത്തിയാൽ ഞാൻ നൽകിയിരിക്കും. സ്വാഗതം ഭഗവാനെ. അങ്ങേക്ക് എന്താണ് വേണ്ടത്? സ്വർണമോ ഭൂമിയോ, അതോ ഈ രാജ്യത്തിന്റെ ഒരു പങ്കോ? ചോദിക്കൂ, അങ്ങ് ആവശ്യപ്പെടുന്നത് ഞാൻ നൽകാം. രാജാവേ, എനിക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട. എനിക്ക് നടക്കാൻ എൻ്റെ ചെറിയ പാദങ്ങൾക്ക് 3 അടി മണ്ണ് മാത്രം മതി. വെറും 3 അടി മണ്ണോ? ഇത്രയും വലിയ യാഗം നടത്തുന്ന എനിക്ക് ഇത് നിസാരമാണ്. സത്യം മാത്രം സാക്ഷിയാക്കി ഞാൻ 3 അടി മണ്ണ് നിനക്ക് ദാനമായി നൽകുന്നു. ബലി ആ ദാനജലം ഭൂമിയിൽ വീഴ്ത്തിയതും ലോകം ഒരു മഹാവിസ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചു. ചെറിയൊരു ബ്രഹ്മചാരിയായി വന്ന വാമനൻ കൺമുന്നിൽ വെച്ച് ആകാശത്തോളം വളരാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് ആ രൂപം പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങി. ആ രൂപത്തിന്റെ തോളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാണാമായിരുന്നു. ആദ്യം വാമനൻ ഭൂമി മുഴുവൻ തന്റെ ഒറ്റ കാലുകൊണ്ട് അളന്നു തീർത്തു. രണ്ടാമത്തെ അടികൊണ്ട് സ്വർഗവും പാതാളവും കീഴടക്കി. ഇനി ബാക്കി ഒരേ ഒരു അടി കൂടി. വാമനൻ ഗൗരവത്തോടെ ചോദിച്ചു, ബലി, നീ എനിക്ക് വാക്ക് തന്നതല്ലേ? ഭൂമിയും സ്വർഗവും ഞാൻ അളന്നു കഴിഞ്ഞു. 3ാമത്തെ അടി എവിടെ വെക്കണം? ഭഗവാനെ, എന്റെ സർവസ്വവും അങ്ങയുടേതാണ്. ഇനി ബാക്കിയുള്ളത് എന്റെ ശിരസ്സാണ്. അതിൽ അവിടുത്തെ തൃപ്പാദം വെച്ചാലും. വാമനന്റെ പാദം തന്റെ ശിരസിൽ അമർന്ന നിമിഷം ബലി എന്ന അസുര രാജാവിന്റെ അഹങ്കാരം പൂർണ്ണമായും ഒഴിഞ്ഞുപോയിരുന്നു. താൻ പരാജയപ്പെട്ടുവെന്നോ രാജ്യം നഷ്ടപ്പെട്ടുവെന്നോ ഉള്ള ചിന്തകൾക്കപ്പുറം സാക്ഷാൽ ഭഗവാൻ തന്നെ തന്റെ മുന്നിൽ നിൽക്കുന്നുവെന്ന തിരിച്ചറിവിന്റെ നിർവൃതിയിലായിരുന്നു ആ രാജാവ്. ബലി സാവധാനം തലയുയർത്തി ആ ദിവ്യ രൂപത്തെ നോക്കി തൊഴുതു.